ലോകം ഇന്നൊരു നിർണായക പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സ്വകാര്യ ചർച്ചകളും, ഒപ്പം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനായി MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾക്കായി US-മായി ഒപ്പിട്ട സുപ്രധാന പ്രതിരോധ കരാറും ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് അടിവരയിടുന്നു. അതേസമയം പാകിസ്ഥാൻ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് അവരുടെ ദേശീയ വിമാന കമ്പനിയായ PIA വിറ്റഴിക്കാൻ നിർബന്ധിതരായ വാർത്ത സാമ്പത്തിക ദുരിതത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ദിർഹത്തിനെതിരെ ഇടിഞ്ഞതിനെ തുടർന്ന് പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നതിലുണ്ടായ റെമിറ്റൻസ് സർജ് ആകട്ടെ കറൻസി വിപണിയിലെ ചലനങ്ങൾ സാധാരണക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. ഈ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഡിസംബർ 4 രാജ്യാന്തര നയതന്ത്ര മേഖല അല്ലെങ്കിൽ ലോകം തന്നെ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനത്തിനാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 27 മണിക്കൂർ ഇന്ത്യ സന്ദർശനം ഇൻഡോ റഷ്യൻ ബന്ധങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. യുക്രൈൻ സംഘർഷം ആരംഭിച്ച ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ആദ്യത്തെ സുപ്രധാന ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇന്ത്യ റഷ്യ 23ാമത് വാർഷിക ഉച്ചകോടി ഇന്ന് ആരംഭിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ച വെറും ഒരു ഫോർമാലിറ്റി അല്ല, മറിച്ച് ലോകം ചേരിതിരിഞ്ഞു നിൽക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു മഹത്തായ പ്രഖ്യാപനമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അന്തർധാരകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. വെറും 27 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഷോർട്ട് ബട്ട് ക്രിട്ടിക്കൽ സന്ദർശനത്തിന് പിന്നിൽ വലിയ അജണ്ടകളാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ നടത്തുന്ന സ്വകാര്യ അത്താഴ വിരുന്ന്, ഉഭയകക്ഷി ചർച്ചകൾ, സുപ്രധാന കരാറുകൾ എന്നിവയുടെ എല്ലാം വിശദാംശങ്ങൾ അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ അടിത്തറ എക്കാലത്തും പ്രതിരോധ മേഖലയാണ്. ഏകദേശം 60% ഇന്ത്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളും റഷ്യൻ നിർമ്മിതമാണ്. അതിനാൽ തന്നെ സന്ദർശനത്തിൽ പ്രതിരോധം തന്നെയാണ് പ്രധാന അജണ്ട എന്ന് പറയുന്നത്. $5.4 ബില്യൺ S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റം കരാറാണ് ഇതിലെ പ്രധാന ഹൈലൈറ്റ്. ഇതുവരെ വാങ്ങിയ S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അധിക സ്ക്വാഡ്രണുകൾ വേഗത്തിൽ എത്തിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കും. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷനുകളിൽ ഈ സംവിധാനത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള റഷ്യൻ പ്ലാറ്റ്ഫോമുകളുടെ സ്പെയർ പാർട്സുകളും അപ്ഗ്രേഡുകളും ഉറപ്പാക്കാനുള്ള ചർച്ചകൾ നിർണായകമാണ്. കൂടാതെ പ്രതിരോധ മന്ത്രിമാരുടെ തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യയുടെ നെക്സ്റ്റ് ജനറേഷൻ സംവിധാനമായ S-500ന്റെ ഭാവി, അതിന്റെ പ്രൊക്യൂർമെന്റ് സംബന്ധിച്ച ആദ്യവട്ട ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. അടുത്ത പ്രധാന വിഷയം റെലോസ് കരാറാണ്. ഇന്ത്യൻ സൈന്യത്തിന് റഷ്യൻ സൈനിക താവളങ്ങളിലും റഷ്യൻ സൈന്യത്തിന് ഇന്ത്യൻ താവളങ്ങളിലും പരസ്പരം ലോജിസ്റ്റിക്സ് പിന്തുണ നൽകാനുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് അഥവാ റെലോസ് കരാർ റഷ്യൻ പാർലമെന്റ് ഡ്യൂമ അംഗീകരിച്ചുകൾ തിരിച്ചും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആർട്ടിക് മേഖലയിലുമുള്ള ഓപ്പറേഷനുകൾക്ക് വലിയ ലോജിസ്റ്റിക്സ് സപ്പോർട്ട് നൽകും. ഈ നീക്കം ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് താൽപര്യങ്ങൾക്ക് പവറാകുമെന്നതിൽ സംശയമില്ല. ഇനി ഭാവി പദ്ധതികളാണ്. 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 57 സ്റ്റെൽത്ത് ഫൈറ്റർ ഉൾപ്പെടെയുള്ള ഭാവിയിലെ സംയുക്ത നിർമ്മാണ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ നവീകരണത്തിന് പുതിയ ദിശ നൽകുമെന്ന് ഉറപ്പാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്നത് ലോകത്തിന് നൽകുന്ന ശക്തമായ സന്ദേശമാണ്. വ്യാപാരമാണ് ഉച്ചകോടിയിലെ മറ്റൊരു പ്രധാന ഫോക്കസ് ഏരിയ. നിലവിൽ $63.6 ബില്യൺ ഇന്ത്യ റഷ്യ വാർഷിക വ്യാപാരം. ഇതിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമാണ്. റഷ്യ നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദീർഘകാല ക്രൂഡ് കരാറുകളും ഉണ്ടാകും. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനായി 2030ലേക്കുള്ള സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ പ്രോഗ്രാം ഇരു രാജ്യങ്ങളും ചേർന്ന് പുറത്തിറക്കും. കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെയുള്ള സംയുക്ത ആണവോർജ്ജ പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും ഇന്ത്യയുടെ LNG ഫീൽഡുകളിൽ റഷ്യൻ നിക്ഷേപം പുനരുജ്ജീവിപ്പിക്കുന്നതിനും ധാരണയാകും. വ്യാപാരത്തിൽ ഇന്ത്യക്ക് നിലവിലുള്ള കടുത്ത കമ്മിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ മെഡിസിൻസ്, കാർഷികോൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്ക് റഷ്യൻ വിപണിയിൽ കൂടുതൽ പ്രവേശനം നേടാനും ശ്രമിക്കും. പാശ്ചാത്യ ഉപരോധങ്ങൾ കാരണം ഡോളർ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻസിന് തടസ്സമുണ്ടായതോടെ US ഉപരോധങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ട് ഡോളർ ഒഴിവാക്കിക്കൊണ്ട് റൂബിൾ
അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനത്തിന്റെ ബൂസ്റ്റിംഗ് ആണ് ഏറ്റവും ക്രിട്ടിക്കലായ അടുത്ത വിഷയം. ഇന്ത്യയുടെ റുപേ കാർഡ് ശൃംഖലയെ റഷ്യയുടെ മിർ ശൃംഖലയുമായി ലിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി സജീവ പരിഗണനയിലുമാണ്. ഇത് വ്യാപാരികൾക്ക് ഇടപാടുകൾ കൂടുതൽ ഈസിയാക്കുകയും കറൻസി വിനിമയത്തിലെ കമ്മീഷൻ കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുടെ വ്യാപാര കമ്മിയെക്കുറിച്ച് റഷ്യയും അവെയർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് പരിഹാരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായ ഫാർമസ്യൂട്ടിക്കൽസ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് തുടങ്ങിയവയുടെ ഇറക്കുമതി കൂട്ടാൻ റഷ്യ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക താരിഫുകൾ സംബന്ധിച്ച വിഷയങ്ങളും ചർച്ചയിൽ വരും. ലോകം മുഴുവൻ ഈ ഉച്ചകോടിക്ക് ചെവി കൊടുക്കുന്നതിന് ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ. UN, ബ്രിക്സ്, SCO വേദികളിലെ ഭാവി സഹകരണവും യുക്രൈൻ വിഷയത്തിലെ റഷ്യയുടെ നിലപാടും ഇന്ത്യ അറിയാൻ ശ്രമിക്കും. എന്നാൽ ഏറ്റവും പ്രധാനം US റഷ്യ ടെൻഷനിടയിൽ ഇന്ത്യ എടുക്കുന്ന നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ട് ആണ്. ലോകത്ത് നിലവിലുള്ള ചേരിതിരിവുകൾക്കിടയിൽ ഒരു പക്ഷത്തും ചേരാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഉച്ചകോടിയാണിത്. ഒരു വശത്ത് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുമായി പ്രതിരോധപരമായും അതുപോലെ സാമ്പത്തികപരമായും അടുക്കുന്നതിനിടയിൽ ഇന്ത്യ റഷ്യയുമായുള്ള ഈ ബന്ധം ശക്തമാക്കുന്നത് ആഗോള രാഷ്ട്രീയ സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ പാഠം എഴുതി ചേർക്കുകയാണ്. ചുരുക്കത്തിൽ 27 മണിക്കൂർ നീളുന്ന ഈ സന്ദർശനം വെറും ഒരു കൂടിക്കാഴ്ചയല്ല. ഇത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും പുതുക്കിയെടുക്കലാണ്. പ്രതിരോധം, വ്യാപാരം, ഊർജം, സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി മേഖലകളിൽ പുതിയ അധ്യായങ്ങൾ കുറിക്കാൻ ഈ സന്ദർശനത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയും റഷ്യയും. വരും മണിക്കൂറുകളിൽ ഈ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക നിരീക്ഷകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു സംഭവ വികാസമാണ് പാകിസ്ഥാനിന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് PIA. ഈ PIAയുടെ വിൽപ്പന. രാജ്യത്തിന്റെ സാമ്പത്തിക അതിജീവനത്തിനായി ഈ ഫ്ലാഗ് കാരിയറിനെ വിറ്റഴിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായിരിക്കുകയാണ്. PIA വിറ്റഴിക്കുന്നതിനുള്ള ബിഡിംഗ് ഡിസംബർ 23 നടക്കാൻ പോവുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ മുമ്പ് ശ്രമിച്ചിട്ടും വേണ്ടത്ര പ്രതികരണം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം വരുന്നത്. ഏകദേശം $7 ബില്യൺ വരുന്ന IMF ബെയിൽ ഔട്ട് പാക്കേജിന്റെ ഒരു പ്രധാന വ്യവസ്ഥയാണ് PIAയുടെ പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. വർഷങ്ങളായി കനത്ത നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉടച്ചുവാർക്കാനോ വിറ്റഴിക്കാനോ IMF പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ക്രൂഷ്യൽ ഡിമാൻഡ് പൂർത്തിയാക്കുന്നതിലൂടെ മാത്രമേ അടുത്ത തുക പാകിസ്ഥാന് ലഭിക്കുകയുള്ളൂ. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജിക് മൂവാണ് PIAയുടെ ഇപ്പോഴത്തെ വിൽപ്പന. PIA വിറ്റഴിക്കാനുള്ള ശ്രമം ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഒരു കമ്പനി സർക്കാർ നിശ്ചയിച്ച ഏകദേശം $305 മില്യൺ എന്ന ഫ്ലോർ പ്രൈസിനും വളരെ താഴെയുള്ള $36 മില്യൺ ഓഫർ മാത്രമാണ് നൽകിയത്. പ്രതീക്ഷിച്ച ആകർഷകമായ ഓഫർ ലഭിക്കാതെ വന്നതോടെ ആ ലേലം റദ്ദാക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ വാങ്ങുന്നവർക്ക് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി PIAയുടെ മാസിവ് ഡെറ്റ് ഏകദേശം PKR 200 ബില്യന്റെ ഒരു വലിയ പങ്ക് സർക്കാർ ഏറ്റെടുക്കുകയും ബാലൻസ് ഷീറ്റ് ക്ലിയർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 23 നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ലേലം സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചിട്ടുണ്ട്. PIAയുടെ 51% മുതൽ 100% വരെ ഓഹരികളാണ് സർക്കാർ വിൽക്കാൻ തയ്യാറെടുക്കുന്നത്. അതിനൊപ്പം പൂർണ്ണമായ മാനേജ്മെന്റ് കൺട്രോളും കൈമാറും. ഈ ലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിനുള്ള ഫൗജി ഫൗണ്ടേഷന്റെ ഭാഗമായ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് ലേലത്തിൽ പങ്കെടുക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫൗജി ഫൗണ്ടേഷൻ. നിലവിലെ കരസേനാ മേധാവിയും പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഫൗജി ഫൗണ്ടേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നേരിട്ട് അംഗമല്ലെങ്കിലും അദ്ദേഹം നിയമിക്കുന്ന ക്വാർട്ടർ മാസ്റ്റർ ജനറൽ QMG ഈ ബോർഡിൽ അംഗമാണ്. ഈ മാർഗത്തിലൂടെ സൈനിക സ്ഥാപനത്തിന്റെ സ്വാധീനം ഫൗജി ഫൗണ്ടേഷന്റെ തീരുമാനങ്ങളിൽ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് PIA ഫൗജി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമയാന മേഖലയിലേക്കുള്ള സൈന്യത്തിന്റെ ഫോർമൽ എൻട്രിയായി ഇത് മാറും. രാജ്യത്തിന്റെ കീ ഇക്കണോമിക് അസറ്റ്സിൽ സൈന്യത്തിനുള്ള ഇൻഫ്ലുവൻസിനെയാണ് ഇത് അടിവരയിടുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളിൽ ഒന്നായിരുന്ന PIA മിസ്മാനേജ്മെന്റ്, അമിതമായ ജീവനക്കാരുടെ എണ്ണം, രാഷ്ട്രീയ ഇടപെടലുകൾ, അഴിമതി എന്നിവയാൽ തകരുകയായിരുന്നു. 2020 പൈലറ്റ് ലൈസൻസ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായി. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി PIAയുടെ യൂറോപ്പിലേക്കുള്ള സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇത് ഹൈ ഈൽഡ് റൂട്ട്സ് നഷ്ടപ്പെടുത്തുകയും വരുമാനം കുത്തനെ ഇടിയുകയും ചെയ്തു. നഷ്ടപ്പെട്ട ഈ അന്താരാഷ്ട്ര പ്രശസ്തി വീണ്ടെടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് PIA പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങിയത്.
നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്ളാഗ് കാരിയറിനെ വിറ്റഴിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഈ പ്രക്രിയ പൂർണ്ണമായും സുതാര്യവും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ളതും ആയിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. PIAയുടെ 51 മുതൽ 100% വരെ ഓഹരികളാണ് സർക്കാർ വിറ്റഴിക്കാൻ ലക്ഷ്യമിടുന്നത്. ഈ വലിയ ലേലത്തിൽ പങ്കെടുക്കാൻ 4 കമ്പനികൾ മുൻകൂട്ടി യോഗ്യത നേടിയിട്ടുണ്ട്. ലക്കി സിമെന്റ് കൺസോർഷ്യം, ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോർഷ്യം, എയർ ബ്ലൂ ലിമിറ്റഡ് കൂടാതെ പാകിസ്ഥാനിലെ ശക്തമായ സൈനിക നേതൃത്വവുമായി ബന്ധമുള്ള ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ്. ഈ 4 സ്ഥാപനങ്ങളാണ് PIAയുടെ ഭാവി നിർണ്ണയിക്കാൻ മത്സരിക്കുന്നത്. PIAയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാലത്ത് ലോകത്തിലെ ലീഡിംഗ് എയർലൈൻസിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ദീർഘകാലമായുള്ള മിസ്മാനേജ്മെന്റ്, ഉയർന്ന കടബാധ്യത, സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ കൂടാതെ ഫേക്ക് പൈലറ്റ് ലൈസൻസ് വിവാദങ്ങളെ തുടർന്ന് യൂറോപ്പിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര സർവീസുകൾക്ക് നേരിട്ട വിലക്കുകൾ എന്നിവയെല്ലാം ഈ സ്ഥാപനത്തെ തളർത്തി. ഏകദേശം $3.5 ബില്യൺ കടബാധ്യതയാണ് PIAക്ക് നിലവിലുള്ളത്. ഈ മാസീവ് ആയിട്ടുള്ള ഡെറ്റാണ് കമ്പനിയെ വിറ്റഴിക്കുന്നതിന് സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. PIAയുടെ വിൽപ്പന പൂർത്തിയാകുന്നത് IMF ലോണിന്റെ അടുത്ത ഗഡു ലഭിക്കുന്നതിന് അത്യാവശ്യമാണ്. ഈ വിൽപ്പന വിജയകരമായാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു മേജർ പ്രൈവറ്റൈസേഷൻ ശ്രമമായി ഇത് മാറുകയും ചെയ്യും. അതുപോലെ പുതിയ മാനേജ്മെന്റിന് കീഴിൽ PIAക്ക് ലോകമെമ്പാടുമുള്ള സർവീസുകൾ പുനരാരംഭിക്കാനും മോഡേൺ ഏവിയേഷൻ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാനും സാധിക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ. PIAയുടെ വിൽപ്പന പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കറുത്ത ഏടായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അത് വെറുമൊരു ബിസിനസ് ഇടപാടല്ല, മറിച്ച് സമ്പൂർണമായ സാമ്പത്തിക അതിജീവനത്തിനായുള്ള ഒരു നിർബന്ധിത നീക്കമാണ്. ലേലം പൂർത്തിയാക്കി IMF റിക്വയർമെന്റ്സ് തൃപ്തിപ്പെടുത്താനും അതുവഴി രാജ്യത്തിന്റെ ഡിഫോൾട്ട് ഭീഷണി മറികടക്കാനും സർക്കാരിന് കഴിയുമോ എന്നും ഹൈ സ്റ്റേക്സ് ഉള്ള ഈ ലേലത്തിന്റെ ഫലവും ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇനി ആകാശത്തും കടലിലും പുതിയ ശക്തി. അമേരിക്കയുമായുള്ള $2.6 ബില്യൺ യഥാർത്ഥ കരാറിന് പിന്നാലെ സീഹോക്ക് ഹെലികോപ്റ്റർ ഫ്ലീറ്റിനായി $946 മില്യൺ സുപ്രധാന പാക്കേജിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നു. ഈ മെഗാ ഡീൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതിരോധ സമവാക്യങ്ങളെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? ഒപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യം UAE ദിർഹത്തിനെതിരെ 24.50 എന്ന നിലയും കടന്ന് ഇടിഞ്ഞതിന് പിന്നിൽ അന്താരാഷ്ട്ര വിപണിയിലെ സാധാരണ ചലനങ്ങൾ മാത്രമാണ്. രൂപയുടെ തകർച്ചയെ തുടർന്ന് പ്രവാസികൾ കൂട്ടത്തോടെ പണം നാട്ടിലേക്ക് അയക്കുന്ന ഈ റെമിറ്റൻസ് സർജ് വിദേശ നാണയ ശേഖരത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? ഈ നീക്കങ്ങൾ യാദൃച്ഛികമാണോ അതോ വലിയ സാമ്പത്തിക ശക്തികളുടെ ചില നിഗൂഢ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? പരിശോധിക്കാം. പ്രവാസി ഇന്ത്യക്കാർക്ക് ഒരു ഗോൾഡൻ തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ റെക്കോർഡ് തകർച്ചയെ തുടർന്ന് UAE ദിർഹത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് മുൻപില്ലാത്ത അത്രയും വിധം കുതിച്ചുയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 90 എന്ന നിർണായകമായ നിലവാരത്തിലേക്ക് ഇടിയുകയും UAE ദിർഹത്തിനെതിരെ 24 എന്ന നില കടക്കുകയും ചെയ്തതോടെ വിദേശ നാണയ വിപണിയിൽ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ രൂപ അതിന്റെ ഏറ്റവും നിർണായകമായ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 എന്ന വലിയ തടസ്സവും കടന്ന് ഇടിഞ്ഞപ്പോൾ UAE ദിർഹത്തിനെതിരെ 24 എന്ന നിലയിലും മറികടന്നു. ഇത് UAEയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിർഹത്തിന് നാട്ടിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഇന്ത്യൻ രൂപ ലഭിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വിപണി വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം UAEയിലെ പ്രവാസികൾ സാധാരണയായി അയക്കുന്നതിന്റെ 2-3 ഇരട്ടി പണമാണ് ഇപ്പോൾ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികൾക്ക് ലഭിക്കുന്ന ദിർഹത്തിന് നാട്ടിൽ അധിക മൂല്യം ലഭിക്കുന്നു. അതായത് കുറഞ്ഞ ദിർഹം ചെലവഴിച്ചാൽ കൂടുതൽ ഇന്ത്യൻ രൂപ വീട്ടിലെത്തും. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുന്നവരാണ് UAEയിലെ പ്രവാസികൾ. രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ കയ്യിലുള്ള ദിർഹം പരമാവധി ഉപയോഗിച്ച് നാട്ടിലെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പ്രവാസികൾ മത്സരിക്കുകയാണ്. വൈദ്യുതി, വെള്ളം, ഫോൺ ബില്ലുകൾ, ഇൻഷുറൻസ് പ്രീമിയങ്ങൾ തുടങ്ങിയ ബേസിക് എക്സ്പെൻസസ് മുൻകൂട്ടി അടച്ചു തീർക്കുന്നു. അതുപോലെ അടുത്ത വർഷത്തെ സ്കൂൾ ഫീസും കുട്ടികളുടെ മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും അഡ്വാൻസ് പേയ്മെന്റായി അടയ്ക്കുന്നത് ഈ സമയത്തെ പ്രധാന പ്രവണതയാണ്. നാട്ടിലെ ഹോം ലോൺ, കാർ ലോൺ തുടങ്ങിയവയുടെ EMIകൾ ഒന്നിലധികം മാസങ്ങളിലേക്കുള്ളത് അടച്ചു തീർക്കുന്നതിലൂടെ ഉയർന്ന വിനിമയ നിരക്കിന്റെ ബെനിഫിറ്റ് പ്രവാസികൾ നേടുന്നു. കൂടാതെ നാട്ടിൽ വീട് നിർമ്മാണം പുരോഗമിക്കുന്നവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ പണം ഈ അനുകൂല സാഹചര്യത്തിൽ അയക്കുന്നു. ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് താൽക്കാലികമായൊരു ഉണർവ് നൽകാനും സാധ്യതയുണ്ട്.
രൂപ ഇനിയും ഇടിയാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ സ്ഥിര നിക്ഷേപം നടത്താനും ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഒരു ഫിനാൻഷ്യൽ കുഷൻ ഉണ്ടാക്കാനും ആളുകൾ ശ്രമിക്കുന്നു. ചില പ്രവാസികൾ തങ്ങളുടെ സേവിങ്സ് മുഴുവൻ രൂപയിലേക്ക് മാറ്റി നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ രൂപയുടെ ഈ തകർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും ആഗോള സാമ്പത്തിക ഘടകങ്ങളാണ്. ഒന്നാമതായി ഡോളറിന്റെ ആധിപത്യം. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർത്തുന്നതിലൂടെ US ഡോളർ കൂടുതൽ ശക്തിപ്പെടുന്നു. ദിറം ഡോളറുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന കറൻസി ആയതിനാൽ ഡോളറിന്റെ ശക്തി ദിറത്തിനും ലഭിക്കുന്നു. ഇത് രൂപയ്ക്ക് ഒരു എക്സ്ട്രാ പ്രഷറാണ് നൽകുന്നത്. അടുത്തത് ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവുകൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിന്റേത് കയറ്റുമതി വരുമാനത്തെക്കാൾ കൂടുതലാണ്. ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരുമ്പോൾ രൂപയുടെ ഡിമാൻഡ് കുറയുന്നു. അതുപോലെ വിദേശ നിക്ഷേപമാണ്. ആഗോള സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി, ബോണ്ട് മാർക്കറ്റുകളിൽ നിന്ന് അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാകുന്നു. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഗൾഫിൽ നിന്ന് പണമൊഴുക്ക് കൂടുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ രൂപയുടെ തളർച്ചയുടെ അളവാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. ഒരു കാലത്ത് ഇന്ത്യയുടെ മൊത്തം റെമിറ്റൻസിന്റെ ഏറ്റവും വലിയ ഉറവിടം ഗൾഫ് രാജ്യങ്ങളായിരുന്നു. എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസവും മികച്ച ജോലിയും തേടി പ്രവാസികൾ പോകുന്ന US, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ പങ്ക് കൂടി വരുന്നുണ്ട് ഇപ്പോൾ. എങ്കിലും ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം തന്നെയാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിന് ഒരു അടിത്തറ നൽകുന്നത്. ഈ റെമിറ്റൻസ് സർജ് ഇന്ത്യയുടെ വ്യാപാര കമ്മി നികത്തുന്നതിലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മാർക്കറ്റ് സാഹചര്യം പ്രവാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ രൂപയുടെ മൂല്യം വീണ്ടും ഉയരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് സമയബന്ധിതമായി പണം അയക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഫോറക്സ് എക്സ്പേർട്സ് പറയുന്നത് ഈ ഹൈ എക്സ്ചേഞ്ച് റേറ്റ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പ്രവാസികൾക്ക് തങ്ങളുടെ ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് എളുപ്പത്തിൽ കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. ചുരുക്കത്തിൽ രൂപയുടെ തകർച്ച ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആശങ്കപ്പെടുത്തുമ്പോഴും പ്രവാസ ലോകത്തിന് ഇതൊരു താൽക്കാലിക റിലീഫ് നൽകുന്ന ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആയി മാറിയിരിക്കുകയാണ്. അതുപോലെ സാമ്പത്തിക വിദഗ്ധർ ഉപദേശിക്കുന്നത് അടുത്ത 2 വർഷത്തേക്കെങ്കിലും നാട്ടിൽ വരാൻ സാധ്യതയില്ലാത്തവർക്ക് അവരുടെ സേവിങ്സ് ഭാഗികമായി ഇപ്പോൾ അയക്കുന്നത് ഒരു സ്മാർട്ട് മൂവ് ആയിരിക്കുമെന്നാണ്. എങ്കിലും ഒറ്റയടിക്ക് വലിയ തുക അയക്കാതെ പണം പല തവണയായി അയക്കുന്നത്, അതായത് ഡോളർ കോസ്റ്റ് ആവറേജിങ്ങിന് സമാനമായി അയക്കുന്നത് കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ മാരിടൈം ഡോമിനൻസ് ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുമായി $946 മില്യൺ, ഏകദേശം 7,995 കോടി രൂപ, ഇത്രയും രൂപയുടെ സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ 24 MH-60R സീഹോക്ക് അഥവാ റോമിയോ ഹെലികോപ്റ്റർ ഫ്ലീറ്റിനായുള്ള സസ്റ്റെയിൻമെന്റ് പാക്കേജാണ് ഈ മെഗാ ഡീൽ. എന്താണ് ഈ കരാർ? എന്തുകൊണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തിന് ക്രിട്ടിക്കലാകുന്നു? പരിശോധിക്കാം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അമേരിക്കൻ സർക്കാരുമായി ഫോറിൻ മിലിറ്ററി സെയിൽസ് FMS പദ്ധതി പ്രകാരം 5 വർഷത്തേക്കുള്ള ഫോളോ ഓൺ സപ്പോർട്ട് ആൻഡ് സപ്ലൈ കരാറിലാണ് ഒപ്പുവെച്ചത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇടപാടിനെ ഗ്രേറ്റ് ന്യൂസ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി ഈ $946 മില്യൺ മൂല്യമുള്ള ഈ സസ്റ്റെയിൻമെന്റ് പാക്കേജ് ഉറപ്പുവരുത്തുന്നത് എന്തൊക്കെയാണ്? ഹെലികോപ്റ്ററുകൾക്ക് ആവശ്യമായ സ്പെയർ പാർട്ടുകൾ, പ്രത്യേക ഉപകരണങ്ങൾ, സാങ്കേതിക സഹായം, അറ്റകുറ്റപ്പണികൾ, അതുപോലെ പരിശീലനം. ഏറ്റവും പ്രധാനം, ഇന്ത്യയിൽ തന്നെ ഇന്റർമീഡിയറ്റ് ലെവൽ അറ്റകുറ്റപ്പണി സൗകര്യങ്ങളും പീരിയോഡിക് മെയിന്റനൻസ് ഇൻസ്പെക്ഷൻ ഫെസിലിറ്റീസും സ്ഥാപിക്കാൻ ഈ കരാർ വഴിയൊരുക്കുമെന്നതാണ്. ഇതൊരു സാധാരണ പർച്ചേസ് ഡീൽ അല്ല, മറിച്ച് ദീർഘകാല പ്രവർത്തന സന്നദ്ധ ഉറപ്പാക്കുന്നതിനുള്ള സ്ട്രാറ്റജിക് നീക്കമാണ്. ഇത് ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന് ശക്തി പകരും. കാരണം വിദേശ സേവനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും തദ്ദേശീയമായി മെയിന്റനൻസ് ഇൻഫ്രാസ്ട്രക്ചർ വളർത്താനും ഇത് സഹായിക്കും. ഈ ഹെലികോപ്റ്ററുകളുടെ യഥാർത്ഥ കരാർ ഒപ്പിട്ടത് 2020 ഫെബ്രുവരിയിലാണ്. 24 MH-60R ഹെലികോപ്റ്ററുകൾ $2.6 ബില്യൺ ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചത്. തുടർന്ന് 2021 ഹെലികോപ്റ്ററുകളുടെ വിതരണം ആരംഭിച്ചു. ഇതുവരെ 24 എണ്ണത്തിൽ ഏകദേശം 15 ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ INS ഗരുഡയിൽ വെച്ച് INAS 334 സീഹോക്ക് എന്ന ആദ്യ സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്തത് ഇന്ത്യൻ നേവിയുടെ റോട്ടറി വിംഗ് ഫ്ലീറ്റിന് വലിയ ശക്തി നൽകി. ഇന്ത്യയുടെ നാവികസേന റോമിയോ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയാണ് നിർമ്മിച്ചത്. ലോകമെമ്പാടുമുള്ള നാവികസേനകൾ വിശ്വസിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ മാസ്റ്റർ പീസ് ആണ് ഈ ഹെലികോപ്റ്റർ. ഇനി എന്തുകൊണ്ടാണ് MH-60R ലോകത്തിലെ ഏറ്റവും മികച്ച മൾട്ടി റോൾ മാരിടൈം ഹെലികോപ്റ്ററുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്? അതിന്റെ കീ ഫീച്ചേഴ്സ് തന്നെയാണ് അതിന് കാരണം. ഓൾ വെതർ കേപ്പബിലിറ്റി ആണ് ആദ്യത്തേത്. അതായത് ഏത് കാലാവസ്ഥയിലും രാത്രിയിലും പകലിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന അതിശക്തമായ ശേഷി.
ഇനി ആന്റി സബ്മറൈൻ വാർഫെയർ. ശത്രു രാജ്യങ്ങളുടെ അന്തർവാഹിനികളെ, സബ്മറൈൻസിനെ കൃത്യമായി വേട്ടയാടാനുള്ള ഇതിന്റെ കഴിവ് മികച്ചതാണ്. AN/AQS-22, ALFS ഡിപ്പിംഗ് സോണാർ, അതുപോലെ സൊണോബോയ്സ് തുടങ്ങിയ സെൻസറുകൾ, MK-54 ടോർപിഡോകളും ഇതിന്റെ സബ്മറൈൻ ഹണ്ടിങ്ങിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അടുത്തത് ആന്റി സർഫസ് വാർഫെയർ ആണ്. ഉപരിതലത്തിലുള്ള കപ്പലുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ എന്നിവയെ നേരിടാൻ AGM-114 ഹെൽ ഫയർ മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിയും. ഇനി മൾട്ടി മിഷൻ വേഴ്സറ്റൈലിറ്റി ആണ്. അന്തർവാഹിനി വേട്ടയ്ക്കൊപ്പം സെർച്ച് ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ എയർക്രാഫ്റ്റ്, ചരക്ക് നീക്കം, നിരീക്ഷണം തുടങ്ങിയ ഒന്നിലധികം ദൗത്യങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ ഇതിന് സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സബ്മറൈൻ ആക്ടിവിറ്റി വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ റോമിയോ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്ന ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ഈ $946 മില്യൺ ഇടപാട് ഇന്ത്യ-US പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സസ്റ്റൈൻമെന്റ് പാക്കേജ് വഴി US സേനകളുമായും മറ്റ് പ്രാദേശിക പാർട്ണർ രാജ്യങ്ങളുമായുള്ള ഇന്റർ ഓപ്പറബിലിറ്റി ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് സമുദ്ര സുരക്ഷ ഉറപ്പിക്കുന്നതിലും മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും നിർണായകമാകും. നാവികസേനയുടെ ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനും ഫ്ലീറ്റ് റെഡിനെസ് ഉറപ്പാക്കാനും ഈ കരാർ വഴി ഇന്ത്യക്ക് സാധിക്കും. കടൽ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഇന്ത്യയുടെ വിഷനാണ് ഈ മെഗാ ഡീൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഓരോ പുതിയ നീക്കങ്ങളും ലോക വാർത്തകളായി മാറുന്ന ഈ കാലത്ത് സീഹോക്ക് ഹെലികോപ്റ്റർ ഇടപാട് രാജ്യത്തിന് എത്രത്തോളം കരുത്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചില സുപ്രധാന UAE അപ്ഡേറ്റുകൾ കൂടി പരിശോധിക്കാം. ആദ്യമായി ബഹ്റൈനിൽ നടന്ന 46ാമത് GCC ഉച്ചകോടിയുടെ പ്രഖ്യാപനങ്ങളാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത്. ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യവും സുരക്ഷയും അവിഭാജ്യമാണ് എന്ന് ഉച്ചകോടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന നിലപാട് നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ഒപ്പം സംയുക്ത ഗൾഫ് കോമൺ മാർക്കറ്റ് പദ്ധതി, കസ്റ്റംസ് യൂണിയൻ എന്നിവ വേഗത്തിലാക്കാനും സാമ്പത്തിക പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അടുത്തത് GCC രാജ്യങ്ങൾക്കായി ഗൾഫ് ഷെങ്കൻ വിസ വരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകുന്ന സുപ്രധാന പ്രഖ്യാപനമാണിത്. യൂറോപ്പിലെ ഷെങ്കൻ വിസ മാതൃകയിൽ ഒറ്റ ടൂറിസ്റ്റ് വിസയിലൂടെ UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് എന്നീ 6 GCC രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഇത് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. അടുത്തത് അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പതിവ് പോലെ ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട്. ഏറ്റവും പുതിയ നറുക്കെടുപ്പിൽ സൗദിയിലുള്ള ഒരു മലയാളിക്ക് 25 മില്യൺ ദിർഹം, ഏകദേശം 56 കോടി രൂപ സമ്മാനം ലഭിച്ചത് വലിയ വാർത്തയായിരിക്കുകയാണ്. കൂടാതെ പുതുവർഷം പ്രമാണിച്ച് 30 മില്യൺ ദിർഹത്തിന്റെ മെഗാ സമ്മാനം പ്രഖ്യാപിച്ചതും പ്രവാസികളെ ആകർഷിക്കുന്നു. അടുത്തതായി ബഹ്റൈനിലെ പൊതുമേഖലാ നിയമനങ്ങളിൽ പ്രവാസികൾക്ക് നിയന്ത്രണം കടുപ്പിക്കാനുള്ള ബില്ല് പാർലമെന്റ് അംഗീകരിച്ച വാർത്തയും സൗദി അറേബ്യയിൽ ജിംനേഷ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയ നീക്കങ്ങളും പ്രവാസികൾക്കിടയിൽ ആശങ്കയും ശ്രദ്ധയും ഉണ്ടാക്കുന്നു. മറ്റ് GCC രാജ്യങ്ങളും സമാനമായ നടപടികൾ ആലോചിക്കുന്നുണ്ട്. GCC ഉച്ചകോടിയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രീയ ഐക്യം, ഗൾഫ് ഷെങ്കൻ വിസ പോലുള്ള പ്രവാസികൾക്ക് ഗുണകരമായ മെഗാ പ്രോജക്ടുകളും മുന്നോട്ട് പോകുമ്പോൾ വർദ്ധിച്ചുവരുന്ന സ്വദേശിവൽക്കരണവും ആഗോള സാമ്പത്തിക വെല്ലുവിളികളും പ്രവാസികൾക്ക് ശ്രദ്ധ നൽകേണ്ട വിഷയങ്ങളായി തുടരുകയാണ്. ലോകം കടന്നുപോകുന്ന സങ്കീർണമായ ഒരു ഘട്ടത്തെയാണ് ഈ സംഭവങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഒരു വശത്ത് പുടിന്റെ ഇന്ത്യ സന്ദർശനവും ഇന്ത്യൻ നാവികസേനയുടെ MH-60R സീഹോക്ക് വ്യൂഹത്തിനായി US-മായി ഉണ്ടാക്കിയ സുപ്രധാന കരാറും ഇന്ത്യയുടെ സ്വതന്ത്രവും തന്ത്രപരവുമായ വിദേശ പ്രതിരോധ നയത്തിന്റെ ശക്തി വിളിച്ചോതുന്നു. മറുവശത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാകിസ്ഥാൻ അവരുടെ ദേശീയ അഭിമാനമായ PIAയെ വിറ്റൊഴിക്കാൻ നിർബന്ധിതരാകുന്നത് ദുർബലമായ സമ്പദ് വ്യവസ്ഥകൾക്ക് മുന്നിലുള്ള കടുത്ത വെല്ലുവിളികളുടെ നേർചിത്രമാണ്. ഈ ഭൗമരാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയെ തുടർന്നുണ്ടായ റെമിറ്റൻസ് സർജ്, പ്രവാസി ഇന്ത്യക്കാരുടെ സാമ്പത്തിക ഇടപെടൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്നു. ചുരുക്കത്തിൽ നയതന്ത്രം, പ്രതിരോധം, സാമ്പത്തിക അതിജീവനം തുടങ്ങി മിക്ക പ്രധാന മേഖലകളിലും ലോകം നിർണായകമായ ഒരു മാറ്റത്തിന്റെ അധ്യായത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും എന്തുമാത്രം ആഴത്തിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. See you tomorrow. Good night.